ഭിന്നതയോടെ ഇരിക്കുന്ന മാതാപിതാക്കളും മക്കളുടെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റാത്ത കാരണം അവരെ വീട് വിട്ട് നിൽക്കുന്നവരും വേറെ വീടിന് ഭക്ഷണം കഴിക്കുന്നവരും വീട് വിട്ടുപോയവരും മാതാപിതാക്കന്മാരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിയും ബോധവും ഇല്ലാതെ പെരുമാറുന്ന കുഞ്ഞുങ്ങളുടെ മാനസാന്തര എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മരണ വീടുകള്, അടിക്കടി മരണം നടന്ന കുടുംബങ്ങള്, അവിടെ ജീവിച്ചിരിക്കുന്നവർക്കുണ്ടാകുന്ന മാനസിക വ്യഥകള്, ആത്മധൈര്യം നഷ്ടപ്പെട്ടുള്ള അവസ്ഥകള്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ വീടുകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പം തന്നെ ഈശോയെ, ഞങ്ങളെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് നിൻ്റെ പിന്നാലെ വരുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ എല്ലാം പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുമ്പോൾ, നിന്നെ ശുശ്രൂഷിക്കുമ്പോൾ, നീ ആയിരിക്കുന്നിടത്ത് ശുശ്രൂഷകനും ആയിരിക്കുമെന്ന വലിയ വചന വെളിപാടിനെ അനുസ്മരിച്ചുകൊണ്ട് ദൈവപിതാവേ, ഞങ്ങളുടെ ഉടമ്പടി യാത്രയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഏറ്റെടുത്ത് പുഷ്പമണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
ഞാൻ മറ്റൊരാശ്വാസം അയച്ചു തരികയും ചെയ്യും. ആബ്സൻസിൻ്റെ കാര്യം ഇതുപോലെ ചില സമയത്ത് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താണ്? ഞാൻ നിൻ്റെ പിതാവും കൂടി എന്തോരം നിന്നെ അന്വേഷിച്ചതെന്നറിയാവോ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? എന്തിനാണ് നിങ്ങൾ ആദി കൊണ്ടത്? എന്തിനാണ് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടത്? എന്തിനാണ് നിങ്ങൾ കണ്ണീർ വാർത്തത്? എന്താ കാര്യം? ഇത് പിതാവിൻ്റെ സമയമാണെന്ന് അറിയാൻ പാടില്ലേ? പിതാവിൻ്റെ സമയം എന്താണ്? ഇത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള സമയം. ഓരോ വേദനാ സമയങ്ങളും, മക്കൾ കൈവിട്ട്, ഭർത്താവ് കൈവിട്ട്, ഭാര്യ മരിച്ചെന്നൊക്കെ പറയുന്ന ഓരോ കാലങ്ങളും എന്തിൻ്റെതാണ്? എന്നേക്കും നിങ്ങളുടെ ആയിരിക്കും. ഇവരാരും എന്നേക്കും നിങ്ങളുടെ ആയിരിക്കത്തില്ല, ഉറപ്പല്ലേ? എന്നേക്കും ആയിരിക്കത്തില്ല മക്കളെ. നിങ്ങൾ 10 മാസം ചുവന്ന കാലത്ത് ഒന്നും പറയണ്ട, അത് നിർത്തി അവസാനിപ്പിക്കണേ. ഒരു കഥയില്ല, ആരുടെ ക്ലെയിം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു ക്ലെയിം മാത്രം. എന്താ സംഭവം? എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ പൊന്നുപോലത്തെ വചനം സൗജന്യമായി നൽകിക്കൊണ്ട് എന്നേക്കും എന്റെ കൂടെ ആയിരിക്കാൻ പിതാവിൽ നിന്ന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. നാളുകളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കാതിരിക്കാൻ ഈ വെള്ളം കുടിക്കുന്നവൻ നീ ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ദാഹിക്കുകയില്ല. നീ തരുന്ന വെള്ളമായ പരിശുദ്ധാത്മാവിനെ ദാഹിക്കുന്നവൻ എന്റെ അടുത്ത് വരട്ടെ. തിരുനാളിന്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുക. തന്നിൽ വിശ്വസിക്കാനിരുന്നവരെ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ തിരുവിലാവിലെ മുറിവ് തുറന്നുകൊണ്ട് അവന്റെ സകലത്തിന്റെ സമ്മാനമായി, സ്വർഗത്തിന്റെ സമ്മാനമായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ വാഗ്ദാനമേ, പിതാവിന്റെ വാഗ്ദാനമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന്റെ ഉടമ്പടി സുവിശേഷമായി പൂർത്തിയാക്കുവാൻ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ വസിക്കണമേ. അമേരിക്കയിൽ ധ്യാനിപ്പിച്ചപ്പോഴേ അവിടെ ഫിലാഡൽഫിയയിൽ അവിടെ ധ്യാനിപ്പിക്കാൻ എന്നെ വിളിച്ച അച്ഛൻ, ഫിലിപ്പച്ചൻ, ലെനിനച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ പോരുന്നതിനൊരു ദിവസം ചോദിച്ചു, അച്ഛാ എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, കർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ദൈവാനുഭവം വരുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. എനിക്ക് ഭയങ്കര ചമ്മൽ തോന്നണം അച്ഛാന്ന് പറഞ്ഞ് എന്നെ മാറ്റി മുറി കൊണ്ടുപോയി വെച്ച് ചോദിച്ചതാണ്. ആത്മീയ കാര്യമായതുകൊണ്ട് നിങ്ങൾക്കും ഇത് ചിലപ്പോൾ ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ CP വർക്കി അച്ഛൻ്റെ പുസ്തകം ഒന്ന് വായിക്കണം, ജീവൻ്റെ പ്രകാശം എന്ന് അതിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞു. CP വർക്കി അച്ഛനെ മരിച്ചുപോയി, നമ്മുടെ ഷാലോവിൻ്റെ അച്ഛനായിരുന്നു, ഷാലോവിൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്നു, വലിയ അച്ഛനായിരുന്നു. അപ്പം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവൻ്റെ പ്രകാശം. അതിൻ്റെ അകത്ത് ഒരു വാക്ക് മുഴുവനും കണ്ണീരിൻ്റെ വരങ്ങളെക്കുറിച്ച്, ദ ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ലെസക്ഷൻ ആൾക്കാരെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇത് തമ്മിൽ ഇൻ്റർ കണക്റ്റഡാണ്. അച്ഛൻ പറഞ്ഞത് ഈ ആഴ്ചയിൽ
അതായത് ഏഞ്ചൽസ് താര എന്നും പറഞ്ഞൊരു മോള് ഉടമ്പടി എടുത്ത്. അപ്പോൾ ഏഞ്ചൽ താരയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ MSc സ്റ്റുഡൻ്റാണ്, കെമിസ്ട്രി. പക്ഷേ അവളുടെ തീസിസ് എല്ലാം റിജക്റ്റ് ചെയ്യണം. അവിടെ ഈ ഗൈഡുമാരുടെ ഭാരം താങ്ങണം എന്തുമാത്രം ഈ മക്കളൊക്കെ ഉണ്ടെന്നറിയാമോ? ഈ ഗൈഡുമാരായിട്ടുള്ളവരോടൊന്ന് കേൾക്കണേ, നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്നവരോട് കുറച്ച് കരുണ കാണിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും സങ്കീർണമായ നിങ്ങളുടെ ഔന്നത്യം അവിടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ട് കാര്യമില്ല. അവരുടെ ടെൻഷൻ, അവരാണെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുന്നവർ അനുഭവിക്കുന്ന ടെൻഷൻ നിസ്സാര ടെൻഷനല്ല. ഒത്തിരി അമ്മ ഉടമ്പടിയിൽ ഒരു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ആ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം വെച്ചാൽ എല്ലാം ക്യാൻസൽ ചെയ്ത് കളയും, എല്ലാം ഒരു ഡീപ്രമോട്ട് ചെയ്ത് കളയും, ഒരു പ്രോജക്റ്റും അംഗീകരിക്കത്തില്ല. ഇവർക്ക് ഭ്രാന്ത് പിടിച്ചു. എന്നാൽ ഇവൾ എബോവ് ആവറേജ് നല്ല എലഗൻറ്റ് സ്റ്റുഡൻ്റാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്. പക്ഷേ ഇയാളുടെ അടുത്ത് തോറ്റു പോകണം. അപ്പോൾ അവൾ അവസാനം ജീവിതം അടിയറ വെച്ച് ഇപ്പോൾ ആരോ പറഞ്ഞ് ഉടമ്പടി എടുത്ത അമ്മ മാതാവ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ കൊച്ചു വന്ന് ഉടമ്പടി എടുത്ത്, ഈ ഏഞ്ചൽ താര വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ലൈഫ് ഉടമ്പടി ചില ആൾക്കാർക്ക് ഞാൻ ഷിക്കാഗോയിൽ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞെന്നറിയുക, എൻ്റെ അച്ഛനീ നടത്തിയ ധ്യാനമില്ലേ, ഇതിൻ്റെ അകത്തൊരു 20 വെള്ളക്കാർ പങ്കെടുത്തിരുന്നെങ്കിൽ അമേരിക്ക നന്നായേനെന്ന്. ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ പറയണത്? അല്ല, അവർ ഉടമ്പടി അവർ ചെയ്തില്ല, പക്ഷേ അവർ വിശ്വസിക്കുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തിരിക്കും. ഉടമ്പടിയുടെ ഈ കാര്യം എല്ലാം അവർ ചെയ്യും. നമുക്കിനി അങ്ങനൊന്ന് ചിന്തിക്കാച്ചാന്ന് പറഞ്ഞിട്ട് പോയി. എന്നുവെച്ചാൽ ആ മലയാളികളെന്ന് പറയുമ്പോൾ പകുതി ചെയ്യും, ഈ ഞാൻ പറഞ്ഞു വവ്വാല് കടിച്ച പോലെ ഇരിക്കും, പകുതി കടിക്കും, താഴെ കളയും. ഉടമ്പടി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ഏഞ്ചൽ സിദ്ധാരയുടെ ഉടമ്പടി ഗുണമെന്ന് പറയണത് അവൾ ചെയ്യണ കാര്യങ്ങൾ പക്ക സീരിയസ് ആയിരിക്കും. അതാണ് ഒരു ഉടമ്പടി. അവൾ ആദ്യമേ എഴുതിയ എന്താണെന്നറിയാം, പരിശുദ്ധാത്മാവിന് നൽകണമെന്ന് എഴുതിയിരിക്കണം. ആദ്യം ഇത്രയും പ്രശ്നങ്ങളുണ്ട് കൊച്ചിന്, പക്ഷെ ആദ്യം എഴുതിയിരിക്കണം എന്താണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണം. അത് ആ സെക്കൻഡ്. ദൈവത്തിലേത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അലോട്ട് ചെയ്യാൻ പ്രൊവിഷനുള്ള സംഭവത്തെ ആദ്യം വെച്ചാൽ കിട്ടാൻ എളുപ്പമാണ്. എന്താണ് ആദ്യം കിട്ടാൻ എളുപ്പമെന്ന് പറയും? ഇപ്പം നമ്മൾ പറയും ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി ചെല്ലാമെന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ ചെന്ന് വെച്ചും നമ്മൾ ഹോട്ടലിൽ തിരക്കി നടക്കേണ്ടി വരും. കിട്ടണ കഴിക്കാമെന്ന് പറഞ്ഞ് ചെന്നാലാ അവർക്ക് ഫ്രൈഡ് റൈസും കഴിച്ചുകൊണ്ട് പോരാ, ഒരു കുഴപ്പമില്ല, അവിടെ ഉള്ള എന്താ കഴിക്കാം. അതുപോലെ ദൈവത്തിന് തരാൻ എളുപ്പം എന്താ? പരിശുദ്ധാത്മാവിനെയാണ്. കാര്യം പരിശുദ്ധാത്മാവിന് ഒരിക്കലും തരണയല്ല പ്രശ്നം, സ്വീകരിക്കണതിനാണ് പ്രശ്നം. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് സൗജന്യദാനമാണ്, പക്ഷെ തരണതല്ല പ്രശ്നം, താങ്ങത്തില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഈ ഉടമ്പടി മുഴുവൻ ചെയ്യണത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ. എന്താ കാര്യം? ഈശോ പറഞ്ഞത് എന്താണ്? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതാണ് പ്രശ്നം. തരണതിനൊരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും എന്തെങ്കിലും നിങ്ങളുടെ വിചാരിക്കുക മറ്റൊരു ആശ്വാസം അയച്ചു തരികയും ചെയ്യും, തന്നിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതെന്താണ്? ആ വചനം എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 14:17 യോഹന്നാന്റെ സുവിശേഷം. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഈ ലോകമാണ് ഈ പ്രോബ്ലം നിൽക്കുന്നത്. ഈ ലോകത്തെ ഹരിച്ചു കളയാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോ പൊസിഷൻ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ, ഞാൻ തഹസിൽദാരാണ്, കളക്ടറാണ്, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ എടുക്കുന്നവരെന്ന് പറയണത്, പിന്നെ എടുക്കുന്നവർ അത് കരുതിക്കൂടി എടുക്കാം. ശരി, കുറച്ച് പ്രാർത്ഥിക്കാം, 5-6 ദിവസം നല്ലോണം പ്രാർത്ഥിക്കാം, എന്തെങ്കിലും നടക്കുമെന്ന് നോക്കട്ടെ. അങ്ങനെ കുറേ പെരിച്ചാടികൾ ഉടമ്പെടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നോക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ സംഭവം. അത് ലോകാരൂപിയാണ്, അവരതൊന്നും ചെയ്യത്തുമില്ല. അതാണ് ഈശോ പറഞ്ഞത്. തരുന്നതിന് കുഴപ്പമില്ല, സ്വീകരിക്കാനാണ് കുഴപ്പം.
സ്വീകരിക്കാൻ എന്താണ്? ഞാനെങ്ങനെ പത്രം കൊടുക്കണത്? അവരല്ലേ നമ്മളെ വിളിക്കുക, തന്തക്ക് വിളിക്കുക, അത് തോന്നിയ ദിവസം പറയുക. അപ്പം അവരെങ്ങനെയാണ് അത് ചെയ്യണത്? കഴിഞ്ഞ ദിവസം വിജയകുമാർ സാർ പറഞ്ഞു, ഞാൻ യൂത്തിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തിനാണ്? കൂട്ടത്തോടെ സുവിശേഷ വേല ചെയ്യാൻ. ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സും മടുക്കും. ഞാനൊന്നും മിണ്ടില്ല. അങ്ങനെ പുള്ളിക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ കൃപാസനത്തിൽ എന്താണ്? ഒറ്റക്ക് പോകണം. തന്തയ്ക്ക് വിളി കേട്ടാലും ഒറ്റക്ക് പോകണം. എന്താ കാര്യം? നിൻ്റെ കൂടെ മാതാവുണ്ടെന്നുള്ള ബോധ്യം. സഞ്ചാരി മാതാവല്ലേ അല്ലേ? അല്ല കൂട്ടം കൂടി ആയിട്ടാണ് പോണത്? അല്ല, ഒറ്റക്ക് പോകണം. കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ആശീർവദിച്ച് അയക്കുന്നു. അപ്പോൾ അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇവാഞ്ചലിസ്റ്റ് പ്രേക്ഷിതനായി പോണത്. അല്ല, ഇത് പാർട്ടി പ്രവർത്തനമല്ലല്ലോ, കൂട്ടം കൂടി പോയി വട്ടുപിടിക്കുകയല്ല. അപ്പം അത് ഒരാൾ പോകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് തരണത്? തരുന്നത് ഭക്ഷിക്കാൻ പറയും. ചിലപ്പോൾ അവർ നമ്മളെ തന്തക്ക് വിളിക്കും. ഇത് ഭ്രാന്താണ് നിങ്ങൾക്ക്, ഇതൊക്കെ പറ്റിപ്പും കൊണ്ട് അടയ്ക്കണമെന്ന് ചോദിക്കും. അതായത് അപ്പം ഒരു വീട്ടിൽ ചെന്നാൽ കിട്ടണ ഭക്ഷിക്കാനല്ലേ പറയണത്. അല്ല, ഇത് ഞാൻ എടുക്കത്തില്ല, വേറെ തരാൻ പറയുക, ആരെ പറയത്തില്ല. അപ്പം കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ പോണത്. അപ്പം അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലിങ്ങനെ നിറഞ്ഞു നിൽക്കും. പിന്നെ നീ നേടിയതെല്ലാം എന്താണ്? നിനക്ക് ദൈവം തന്ന ദാനമാണ്. ആ ദൈവം തന്ന ദാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കിട്ടുമ്പോൾ ചില സമയത്തൊരു കാലാവസ്ഥ ചേഞ്ചിങ് ഉണ്ടാവും. അത് കുഴപ്പമില്ല. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മളതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അക്കത്തിലുള്ള സംഭവങ്ങളിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പം അത് പരിശുദ്ധാത്മാവാണ്. ആ സന്തോഷം കൊണ്ടാണ് അതിൽ എപ്പിച്ചു പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുവാൻ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുന്നു. ആഹ്ലാദം ഉണ്ടാകുന്ന സംഭവം അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അതായത് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമെന്ന് പറയണത് ഈ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സാണ്. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് എന്ന് വെച്ചാൽ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറയാൻ തുടങ്ങും. വചനം വായിക്കാൻ തുടങ്ങി കണ്ണ് നിറയാൻ തുടങ്ങും. പിന്നെ നീ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് 24 hours എന്ന് സത്യസന്ധമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ കണ്ണുനീര് പലർക്കും ഉണ്ടാകുന്നുണ്ട്. അവർക്ക് അറിയത്തില്ല എന്താ കണ്ണീരുണ്ടാകണമെന്ന് അറിയത്തില്ല. അതാണ് സംഭവം. ആ അച്ഛൻ പറഞ്ഞില്ലേ എനിക്ക് ചമ്മൽ പോലെ തോന്നണമെന്ന്. അതല്ല സംഭവം. ദൈവികമായ കാര്യങ്ങളെ കേൾക്കുമ്പോഴും പറയുമ്പോഴും കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കും ദൈവസ്നേഹത്തിൽ. അതായത് അത് ഏത് വിഷയത്തിലാണെങ്കിലും ബൈബിളിൽ കണ്ണീരിനെക്കുറിച്ച് ഒത്തിരി പറയും. നിൻ്റെ കണ്ണീരില്ല ഞാൻ കുപ്പി ശേഖരിക്കും. എന്താ കാര്യം? ആത്മഭാരത്തോട് കരയണതാ. ദൈവത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അകത്ത് കയറി ദൈവസ്നേഹത്തോട് ചെയ്യുമ്പോഴാണ്, ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുമ്പോൾ ദൈവസ്നേഹത്തിൽ ഔട്ട് ബേസ്റ്റായി പോകും ആൾക്കാർ. അപ്പം അതുകൊണ്ടാണ് ഈ അങ്ങനെ ഔട്ട് ബേസ്റ്റായിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ കുപ്പി ശേഖരിക്കും. 56 പറയത്തില്ലേ? പിന്നെ അതുപോലെ കണ്ണീരോടെ വിതക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ? ഇപ്പം 126:7 പറയത്തില്ല. എന്താ പറയണത്? അവർ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷത്തോടെ കൊയ്തുകൊണ്ട് വരുന്നെന്ന്. ഇപ്പം കണ്ണീരിൽ വിതക്കുമ്പോൾ ഓർക്കുക, ആത്മാവിലാണ് അഭിഷേകത്തിൽ ആ സംഭവം ചെയ്യണത്. അപ്പം അതിന് ഇവളുടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ആ പണ്ടുണ്ടായിരുന്ന തീസിസ് റെക്കോർഡ് അതുപോലെ തന്നെ കൊണ്ടേ കൊടുത്തപ്പോഴും പിന്നെ എക്സലൻ്റ് ഇയാൾ മാറ്റിക്കളഞ്ഞ ദൈവം. ആ ആളെ അങ്ങേരുടെ മാസ്റ്റർ ഗൈഡിനെ മാറ്റിക്കളഞ്ഞ് അയാളെ മാറ്റിയില്ല, പക്ഷെ അയാളുടെ മനസ്സ് മാറ്റി. എന്താണ്? ഇവൾ പണ്ട് കാണിച്ച് തെറ്റ് വാങ്ങിച്ചിട്ടുള്ള സാധനം തന്നെയാണ് ഇപ്പം പുള്ളിയെ കൊണ്ട് കാണിക്കുമ്പോൾ എല്ലാം ഗുഡ് എക്സലൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ആളെ മാറ്റും. ദൈവത്തിന് ഒരു സമയം മതി. അതാണ് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഉടമ്പടി പുതുക്കിയ ആൾക്കാർ ഇനി പരിശുദ്ധാത്മാവിന് വളരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഈ പ്രാവശ്യം കേട്ടത്. അതായത് അനിലയുടെ സാക്ഷ്യം. അനിലയുടെ മകൾക്ക് 4ാം ക്ലാസ്സിൽ പെങ്കൊച്ചാണ്. 4ാം ക്ലാസ്സിൽ ഒരു വയറുവേദന ഉണ്ടായി, കൊണ്ടുപോയി ആശുപത്രി കാണിച്ച് സ്കാൻ ചെയ്തു. ആ സ്കാൻ വീട്ടിൽ വെച്ചു. 14ാം വയസ്സിലും വയറുവേദന ഉണ്ടായി അതുപോലെ തന്നെ. അപ്പോൾ അതിന് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ്, നിങ്ങൾ പണ്ട് ഡോക്ടർ ആദ്യം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഡോക്ടറൊന്നും പറഞ്ഞില്ല, മരുന്ന് തീർന്നു എന്ന് പറഞ്ഞ്. എന്നാൽ ആ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടോ കയ്യിൽ? അതുണ്ടെന്ന് പറഞ്ഞ്. അത് വായിച്ചപ്പോൾ എന്താ സമയം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഈ കൊച്ചു യൂട്രസ് ഇല്ലെന്ന്, ഗർഭപാത്രം ഇല്ലെന്ന് അന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ സ്കാൻ റിപ്പോർട്ടിൽ.
അത് പിന്നെ അന്നത്തെ ഡോക്ടർമാർ വിചാരിച്ച് വളരുമ്പോൾ ശരിയാവുമെന്ന്. 14 വയസ്സിൽ ഇപ്പം സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് ഇല്ല. ആ പെങ്കൊച്ചിൻ്റെ അമ്മ തകർന്നു പോയി. അവൾ ഉടമ്പടി എടുത്ത് കണ്ണീരോടെ അമ്മയുടെ മുമ്പിൽ, അമ്മേ എൻ്റെ പെങ്കൊച്ചിൻ്റെ ഭാവിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, അപ്പോൾ ഇതിന് ഇവൾ ഉടമ്പടി എടുത്തേച്ച് ഉടമ്പടി തൈലം എടുത്തിട്ട് ആ പൊക്കിളിൻ്റെ താഴെ ഗർഭപാത്രം നേരെ ഒരു കുരിശ് വരച്ച്, അമ്മ ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരണം, എനിക്ക് അമ്മയിലാണ് വിശ്വാസം എന്ന് പറഞ്ഞു. പിന്നെ MRI എടുക്കുമ്പോൾ ആ വയസ്സിൻ്റെ ഗർഭപാത്രം അവിടെ അമ്മ വെച്ച് കൊടുക്കും. അപ്പം ഇത് ഉടമ്പടിയിൽ ഇതിൻ്റെ അപ്പുറത്ത് നടക്കും. മരിച്ചവന്മാർ ജീവിച്ചു വരും. കാര്യം എന്താണ്? അത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരണത്. അതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. അപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി നിങ്ങൾ തന്നിരിക്കുന്ന സമയം 5:30 to 6:30. അതിനുള്ളിൽ നിങ്ങൾ ചെല്ലിയിരിക്കണം. അതിൻ്റെ കൂടെയാണ് ഇപ്പം അച്ഛൻ്റെ കൂടെ നിങ്ങളെ ഡെയിലി ബ്ലഡ് കേൾക്കുന്നത്. അത് ഷെയർ ചെയ്യണം. അതിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ അഭിഷേകം മേടിച്ചിട്ട് വേണം എല്ലാ ദിവസവും മുന്നോട്ട് പോകാൻ. കാര്യം അനുഗ്രഹമൊക്കെ വിരൽത്തുമ്പിലാണ്. പക്ഷെ ചോദിക്കേണ്ടത് ആരെ? പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാനങ്ങനെ അമ്മയോട് നന്ദി പറഞ്ഞ് ഞാൻ മോളോട് പറഞ്ഞു, അമ്മ നമ്മളുടെ കൂടെ ഉണ്ട്, മോൻ വിഷമിക്കണ്ട, എല്ലാ ടെസ്റ്റും നമ്മൾക്ക് നെഗറ്റീവായിട്ട് തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞ്. അതിനുശേഷം പിറ്റേന്ന് തന്നെ ഞങ്ങൾക്ക് MRI എടുക്കാനുള്ള ബുക്കിംഗ് ചെയ്തു. അവിടെ ചെന്ന് ആസ്റ്ററിൽ ചെന്ന് ഞങ്ങൾ MRI എടുത്തു. 2 ദിവസം വരെ ഞാൻ ടെൻഷനിലായിരുന്നു. നമ്മൾക്ക് ഈ എന്താ പറയുക, റിസൾട്ട് ഒന്ന് അറിഞ്ഞാലല്ലേ സമാധാനമാവുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കണമായിരുന്നു. അങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ നിന്ന് രാത്രി ഉറക്കമില്ലാതിരുന്നാണ് ഞാൻ ജപമാല എത്തിക്കണതും വിശ്വാസപ്രമാണം ചെല്ലുന്നതും എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു 3-ാം ദിവസം എനിക്കൊരു നല്ലൊരു ധൈര്യം കിട്ടി. എൻ്റെ കൂടെ ആരും ഉള്ളതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ നല്ല ഒരു സന്തോഷത്തിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോയി. ഇനിയുള്ള ടെസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായി തന്നെ വരും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായി. അങ്ങനെ 2-ാം ദിവസം MRI ടെസ്റ്റ് വന്നു, റിസൾട്ട് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു MRIയിൽ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ന്യൂറോനൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. ന്യൂറോ പറഞ്ഞു EG എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ EG റൂമിൽ ഞങ്ങൾ കയറി ഇവിടെ EG എടുക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് അതിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വചനം ഉണ്ടായിരുന്നു, അത് ഞാൻ കേട്ടു. അപ്പോൾ രോഗശാന്തി ശുശ്രൂഷയുടെ ഒരു ഇത് കണ്ടായിരുന്നു. വേഗം ഞാൻ കൈ ഉയർത്തി ഞാൻ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ടെസ്റ്റും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നെഗറ്റീവായി. ന്യൂറോനെ കാണിച്ചു. ന്യൂറോ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് നോക്കണം, എക്കോ ചെയ്യണം എന്ന്. എക്കോ ചെയ്തു, അത് നോർമലായി. പിന്നെ പറഞ്ഞു ഹോൾട്ടർ, അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായി നോക്കണമെന്നുണ്ടെങ്കിൽ ഹോൾട്ടർ ഒരു 24 hours ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, മോണിറ്റർ. അങ്ങനെ അവിടെ പോയി അതും ചെയ്തു. ഒരു 24 hours അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതിനിടയ്ക്ക് അവൾക്ക് ഇങ്ങനൊരു വേരിയേഷൻ വന്നായിരുന്നു പെട്ടെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഞാനിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തൈലം തേച്ചു എല്ലാം ഇങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോണ വഴികളെല്ലാം ഏതിന് ഞാൻ ഇറങ്ങിയാലും എനിക്കൊരു വചനം ഞാൻ പറയായിരുന്നു. യേശയ്യ 45:2 നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ആ ഒരു വചനം പറഞ്ഞിട്ടാണ് ഞാൻ എവിടേക്കും ഞാൻ ഇറങ്ങാറുള്ളൂ. ഞാൻ ഈ സ്കാനിങ്ങിന് പോകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും. അപ്പം മോൾ എന്നോട് പറഞ്ഞു, ഞാൻ സ്കാനിങ്ങിന് കയറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര പേടിയായിരുന്നു. തലയുടെ ഒരു മരം പോലത്തെ ഒരു സ്ഥലത്താണ് തല ഇരുന്നിട്ട് എനിക്ക് തല വേദനിച്ചിട്ട് വയ്യായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു അവിടെ കുഴപ്പമൊന്നുമില്ല, ഒരു 20 മിനിറ്റത്തെ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞ് ഇതേപോലെ തന്നെ അവൾ ഉറങ്ങിപ്പോയപ്പോൾ ആരുടെയോ മടിയിൽ അവൾ തല വെച്ചിരിക്കണ പോലെ ഒരു മെത്ത പോലെയാണ് അവൾക്ക് അങ്ങനെ തോന്നി, ഫീൽ ചെയ്ത് അവൾ അങ്ങനെ കിടന്നുറങ്ങി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൾ പുറത്ത് വന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ചില സ്ഥലങ്ങൾ നോക്കുമ്പോൾ അവിടെ എന്തോ പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ കാശുരൂപം മുറുക്കെ പിടിച്ച് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ ഒന്നും ഉണ്ടാവല്ലേ, ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞ്. അതിനുശേഷം എല്ലാം നോർമലായി. അങ്ങനെ കാർഡിയോളജിനെ കണ്ടു. കാർഡിയോളജി പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി എന്തെങ്കിലും ഇതുപോലെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹട്ടിങ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടി ഉണ്ട്, അത് നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഇവള് പറഞ്ഞു, ഇനി എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി
എനിക്ക് ബാക്കി ഇനി എന്തുണ്ടെങ്കിലും മാതാവ് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇന്നിവിടെ എത്തിച്ചേർന്നത്. അത് ഒന്നാമത്തെ സാക്ഷ്യം. എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷമായി. ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവൾക്കിങ്ങനെ ബ്രസ്റ്റിൽ എപ്പോഴും ഇങ്ങനെ പാല് നിറഞ്ഞിട്ട് കട്ടിയാവുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അത് കീറണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ തൈലം ഒരു തുള്ളിയെടുത്ത് പ്രാർത്ഥിച്ച് അവളോട് ഞാൻ വിശ്വാസപ്രമാണം പറഞ്ഞു കൊടുത്തു. അവൾ ചൊല്ലി. അങ്ങനെ അത് കുറച്ച് കുറഞ്ഞു. പിന്നെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തി. ഫുൾ ടൈം ഞാൻ പ്രാർത്ഥനയിലിരുന്ന് ഇപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു കുഴപ്പം